ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുന്നു. വീണ്ടും ഹിന്ദു യുവാവിനെ തീയിട്ടു. കോക്കൻ ചന്ദ്രദാസാണ് ആക്രമിക്കപ്പെട്ടത്. ചന്ദ്രദാസിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം തീയിടുകയായിരുന്നു. ആക്രമണം ഉണ്ടായത് ഷരിയാത്പൂരിൽ. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ബംഗ്ലാദേശിൽ നിന്നും വരുന്നു. വീണ്ടും ഈ ഹിന്ദു വംശഹത്യ തുടരുന്നു. ഈ ഹിന്ദു യുവാവിനെ ആരാണ് ഇത്ര ക്രൂരമായി ആക്രമിച്ചത്? ആരാണ് തീയിട്ടത്? ഈ കോക്കൻ ചന്ദ്രദാസിന്റെ ആരോഗ്യനില എങ്ങനെ തുടരുന്നു ഐസൻ? അശ്വതി, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ കൊല്ലപ്പെട്ടു, ഇയാൾ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഖോക്കൻ ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിയാണ്, ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ആക്രമണത്തിനിരയായത്. പുതുവത്സരാഘോഷ വേളയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇയാളെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ഇയാളെ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്ത ഒരു കുളത്തിലേക്ക് അദ്ദേഹം ചാടിയെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്ന വ്യക്തി ഗുരുതരമായ പൊള്ളലേൽക്കുകയും അതുപോലെ തന്നെ കുത്തേൽക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ ആക്രമണം മൂന്നാമത്തെ ആക്രമണമാണ് നടക്കുന്നത്. നേരത്തെ 2 തവണ ആക്രമണം നടന്നിരുന്നു. അത്തരത്തിൽ ആക്രമണം നടന്ന് ആൾക്കൂട്ടം ഇതുപോലെ തന്നെ ആക്രമിച്ച് കൊല്ലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, വിവിധ രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഹിന്ദുക്കൾക്കെതിരായ വലിയ തോതിലുള്ള ആക്രമണം ബംഗ്ലാദേശിൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് മൂന്നാമത്തെ സംഭവമാണ്. അതായത് ഇത്തരത്തിൽ ആൾക്കൂട്ടം സംഘം ചേർന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹൈന്ദവരെ കൊല്ലപ്പെടുത്തുന്ന ഒരു നീക്കം നടക്കുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ്. കൃത്യമായും ഈ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഡിസംബർ 13 മുതൽ കണക്കെടുക്കുമ്പോൾ മൂന്നാമത്തെ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഹിന്ദുക്കൾക്കെതിരായ തുടർച്ചയായ ആക്രമണവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം, അവർക്ക് ജീവിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യം അവിടെ. തീർച്ചയായും ഐസനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വളരെ മൃഗീയമായാണ് ഹിന്ദുക്കൾ അവിടെ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുത്തുന്നത്. അപ്പോൾ പോലും ഈ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നത് തീർച്ചയായും നമുക്കൊരു പ്രതികാര നടപടിയായി കണ്ടുകൂടെ? പ്രത്യേകിച്ച് ഭാരതത്തിനോടുള്ള ഒരു പ്രതികാര നടപടിയായി കാണാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? ഒപ്പം ഈ ഹിന്ദുക്കളോട് എന്താണ് ബംഗ്ലാദേശിന് ഇത്ര അങ്ങ് അസഹിഷ്ണുത? അശ്വതി, തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. തസ്ലിമ നസ്രീനെ നാട് കടത്തുന്ന കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിൽ രൂക്ഷമായ രീതിയിലുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ പലതവണ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നതുപോലെ ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവ വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം തന്നെ ഏറ്റവും ചെറിയൊരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല അവിടെയുള്ള ഈ ഇസ്ലാമിക വിഭാഗങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷത്തെയും നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംവിധാനങ്ങളുമാണ്. ഇവരെല്ലാം തന്നെ ഒരു മുസ്ലിം മതരാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഈ സംഘടനകളുടെ ഇടപെടലാണ് രൂക്ഷമായ ഹൈന്ദവ വിരോധം അവിടെ വളർത്തുന്നത്. അത് വർഷങ്ങളായി, 50 വർഷത്തിലേറെയായി അവിടെ തുടരുന്ന ഒരു വിഷയം തന്നെയാണിത്. ഈ ഒരു സങ്കീർണമായ അവസ്ഥ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് ഹൈന്ദവരോടും അതുപോലെ തന്നെ അത്തരത്തിൽ മുസ്ലിമേതര ന്യൂനപക്ഷ വിഭാഗങ്ങളോട്, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് അവിടെ നിലനിൽക്കുന്ന ഒരു പ്രതിഷേധ സ്വഭാവം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവം, വർഗീയ സ്വഭാവമുള്ളത്. ഈ ആക്രമണ സ്വഭാവം തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതാണ്, തസ്ലിമ നസ്രീൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരെ എല്ലാം തന്നെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അവർക്ക് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതും ആ ഹിന്ദു വംശഹത്യയും ഹിന്ദു വേട്ടയും പരാമർശിക്കുന്ന അവരുടെ ചില നോവലുകളുടെ പേരിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുന്നവരോട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവം തുടർന്ന്, അതായത് ഇപ്പോൾ ഈ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടതിനെ തുടർന്ന് അതിരൂക്ഷമായി ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് നമുക്കറിയാവുന്നതാണ്, മുഹമ്മദ് യൂനുസിന്റെ താൽക്കാലിക സർക്കാർ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി നിരവധി ഭീകരരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക, അത്തരത്തിലുള്ള ക്രിമിനലുകൾ വീണ്ടും, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകര സ്വഭാവമുള്ള പ്രവർത്തകർ, ഭീകരർ പലരും സമൂഹത്തിലേക്ക് തിരിച്ചു വരികയും ആ റാഡിക്കലൈസേഷൻ കൂടുതൽ ശക്തമാവുകയും ചെയ്തതുകൂടി ഈ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ, ഭാരതം പ്രത്യേകിച്ചും അതിശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി ഹൈന്ദവർക്കെതിരായ ഭീകര സ്വഭാവമുള്ള ആക്രമണങ്ങൾ തുടരുന്നു. ഹൈന്ദവരോടുള്ള വലിയ വർഗീയ വിദ്വേഷവും തുടരുന്നു ബംഗ്ലാദേശിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്
വലിയ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഇതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഒരു നീക്കത്തിന്റെ കൂടി പശ്ചാത്തലം ഇതിനുണ്ട്. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഹൈന്ദവർക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തി ഇസ്ലാമിക വോട്ടുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗങ്ങളെ റാഡിക്കലൈസ് ചെയ്ത് കേന്ദ്രീകരിപ്പിച്ച് ഒരു നീക്കം നടത്തുക, അതുപോലെ തന്നെ ഹൈന്ദവരെ ഒറ്റപ്പെടുത്തി ആ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ഹൈന്ദവരെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾക്ക് ശക്തി നൽകുക എന്ന കൃത്യമായൊരു നീക്കവും ഈ ആക്രമണത്തിന് പിന്നിൽ നമുക്ക് കൃത്യമായ ആസൂത്രണമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അശ്വതി, തീർച്ചയായും ഐസൻ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഷെയ്ഖ് ഹസീനയെ ഭാരതം വിട്ടു നൽകാത്ത പക്ഷം ഭാരതത്തെ ഒരു ശത്രു രാജ്യമായൊക്കെ കാണുന്ന ഒരു നടപടി ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം പണ്ട് മുതലേ ബംഗ്ലാദേശ് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്തിടെയായാണ് ഈ ആക്രമണം ഇത്ര മൃഗീയമായ രീതിയിലേക്ക് കടക്കുന്നത്. ഈ ഹിന്ദു വംശഹത്യ ഈ അടുത്തിടെയാണ് ഇത്തരത്തിൽ കൊടുമ്പിരി കൊള്ളുന്നത്. അപ്പോഴും ഞാൻ നേരത്തെ ഐസനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബംഗ്ലാദേശ് സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നുണ്ട്? പക്ഷേ ഭാരതത്തെ ഒരു ശത്രുരാജ്യമായി കണ്ടതിന് പിന്നാലെയാണോ ഇത്തരം ഒരു ചെറുവിരൽ പോലും അനക്കാത്തൊരു നടപടി ഈ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഐസൻ? ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ, അതായത് ഭാരതത്തെ ഒരു ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുന്നതിന് സമാനമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു നയതന്ത്ര നീക്കം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, ഷെയ്ഖ് ഹസീനയെ ഭാരതത്തിൽ അവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു അവിടെ ഒരു കോടതി. ആ കോടതി വധശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ അവരെ വിട്ടു നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുകയും അതിന് തയ്യാറാകാത്തതിനാൽ സ്വാഭാവികമായും അതൊരു നയതന്ത്ര വിഷയമായി ഉയർത്തി അതിശക്തമായ ഒരു പ്രക്ഷോഭമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും വിദ്വേഷവും വളർത്തുന്നതിനുള്ള നീക്കമായി അവർ കണക്കാക്കിയിരുന്നു. അതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതെല്ലാം തന്നെ ഈ 1-2 മാസത്തിനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങളാണ്. അതിനു മുൻപ് തന്നെ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ മുഹമ്മദ് യൂനിസ് വളരെ പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലൊരു പ്രക്ഷോഭം, വലിയ തോതിലുള്ള ഒരു ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിശാല ബംഗ്ലാദേശ് എന്ന രീതിയിലൊക്കെ തന്നെ ഹൈന്ദവരെയും അതുപോലെ തന്നെ അവരുടെ മതത്തിൽ പെടാത്തവരെയും, അതായത് ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ള വിഭാഗങ്ങളുടെ ഭാഗത്ത് നിൽക്കാത്തവരെയും അതിശക്തമായി ആക്രമിക്കുന്ന ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്, വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതിന് പിന്നിൽ മറ്റൊരു പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ വിശ്വാസ വിഷയം കൂടിയാണിത്. അതായത് ഈ ഏകദൈവ വിശ്വാസവും അതുപോലെ തന്നെ മറ്റ് വിശ്വാസ ശ്രേണികളെയെല്ലാം തന്നെ എതിർക്കുന്ന ഒരു അടിസ്ഥാനപരമായ വിഷയം കൂടി ഇതിന് പിന്നിലുണ്ട്. അതായത് ഹൈന്ദവ വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ഒരു പ്രാചീനമായ വിശ്വാസങ്ങളുമാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ ആക്രമണം നടത്തുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ സമൂഹ വിരുദ്ധമായ ഇസ്ലാമിക വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുന്നവരെ ഇസ്ലാമിക ഭീകര സ്വഭാവമുള്ളവർ ചെയ്യുന്നത് പോലെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്ന ഒരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആൾക്കൂട്ടം മർദ്ദിക്കുകയും കുത്തിക്കൊല്ലുകയും അതുപോലെ തന്നെ തീയിടുന്നതൊക്കെ പുതിയൊരു വാർത്തയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ ഹൈന്ദവർക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടത്തുന്നത് തങ്ങളുടെ വിശ്വാസത്തിനെതിരായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ആക്രമിക്കുക, അത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതിലൂടെ അവരുടെ ആ ഒരു അന്ധവിശ്വാസ വിരുദ്ധ പ്രചാരണം എന്ന ദുർവ്യാഖ്യാനം നടത്തി മറ്റു വിശ്വാസങ്ങൾക്കെതിരെ കടന്നു കയറുകയും അവരെ കൊന്ന് നശിപ്പിക്കുകയും ചെയ്യുക, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നീക്കം നടത്തുക, മാത്രമല്ല വടക്കു കിഴക്കൻ ഭാരതത്തിന്റെ ആ ഭാഗങ്ങളെ കൂടി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള വിശാല ബംഗ്ലാദേശ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യമെല്ലാം തന്നെ ഇതിന് പിന്നിലുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, മതപരമായ ലക്ഷ്യമുണ്ട്, അതുപോലെ തന്നെ ഭീകരവാദ ലക്ഷ്യമുണ്ട്, നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഒരേ സമയം ഒരു വലിയ വൾഗർ സ്വഭാവത്തിലേക്ക് വളർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ പ്രക്ഷോഭങ്ങളും ഇത്തരത്തിൽ ക്രൂരവും നിന്ദ്യവുമായ ആക്രമണവും ഹിന്ദുക്കൾക്കെതിരെയും, പ്രത്യേകിച്ച് ഹിന്ദുക്കളും ബൗദ്ധരും ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ അരങ്ങേറുകയും ചെയ്യുന്നത്. തീർച്ചയായും ഐസൻ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ബംഗ്ലാദേശിൽ വളരെ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു ആക്രമണം നടക്കുന്നു. അതിൽ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ കൂടിയുണ്ട്. പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഹിന്ദു വംശഹത്യ തുടരുകയാണ്. സർക്കാർ അപ്പോഴും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നത് ആശങ്കാജനകമായ കാര്യമാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി ഈ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് ഈ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ നിലവിലെ പ്രവർത്തനം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നമുക്കറിയാം ഈ ഷെയ്ഖ് ഹസീനയൊക്കെ വിട്ടു നൽകാത്തതിനെതിരെ ഭാരതത്തെ ഒരു ശത്രുരാജ്യമായി പ്രഖ്യാപിച്ച നിലപാടൊക്കെ ഈ ബംഗ്ലാദേശ് കൈക്കൊണ്ടിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹിന്ദു വംശഹത്യയുടെ തുടർച്ചയായ വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ബംഗ്ലാദേശിൽ നിന്നും.